ബഹുമാനമുള്ള കോൺഗ്രസിൻ്റെ പോരാളികളെ, മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഐക്യ ജനാധിപത്യ മുന്നണി തിളക്കമാർന്ന വിജയം കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുന്നണി പോരാളികളുടെ ലിസ്റ്റ് ഇവിടെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. നമ്മുടെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് അവരുടെ സീറ്റുകളിൽ മുഴുവൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് പ്രഖ്യാപിക്കുന്നതോടുകൂടി 30 സീറ്റിലും അതിശക്തമായ മത്സരം മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി കാണാൻ പോവുകയാണ്. കഴിഞ്ഞ തവണ കേവല ഭൂരിപക്ഷത്തിലാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി മുന്നോട്ട് പോയതെങ്കിൽ ഇപ്രാവശ്യം നമ്മുടെ ലക്ഷ്യം 30-25 സീറ്റാണ്. 30-25 സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണി നേടും എന്ന രീതിക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, 20ൻ്റെ താഴെ നമുക്ക് സീറ്റ് ഉണ്ടാവില്ല. 20ൻ്റെ മുകളിലായിരിക്കും നമ്മുടെ സീറ്റ്. നമ്മൾ ഒത്തൊരുമിച്ച് എല്ലാവരും പ്രവൃത്തിയെടുത്താൽ 25 സീറ്റിൽ നമുക്ക് ഈ UDFനെ മുനിസിപ്പാലിറ്റിയിൽ എത്തിക്കാൻ കഴിയും. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ 3 മെമ്പർമാരുണ്ടായിരുന്നു നമുക്ക് കഴിഞ്ഞ തവണ. 5 കോൺഗ്രസ് 2ാം സ്ഥാനത്താണ് വന്നത്. മോശമുള്ളൊരവസ്ഥയൊന്നുമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇത്തവണ നമുക്കത് വർദ്ധിപ്പിക്കണം. നമ്മുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കണം. 12 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ 12 ജയിക്കുന്ന രീതിക്കുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണം. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ അതിശക്തമായ പ്രശ്നം വിഭാഗീയതയുണ്ട് എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് അറിയാം. പല വാർഡിലും 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സാഹചര്യം അവരിലുണ്ട്. അതൊക്കെ ഉപയോഗിക്കണം. സ്ഥാനാർത്ഥികൾ കൃത്യമായ രാഷ്ട്രീയം പറയാതെ നമ്മളുടെ വികസന കാഴ്ചപ്പാട് ഇപ്പം മുനിസിപ്പാലിറ്റിയിൽ അവതരിപ്പിച്ച മിഷൻ ഞങ്ങളിവിടെ പൂർത്തീകരിക്കും എന്ന ഒരു ഉറപ്പ് ഇവിടുത്തെ പൗരന്മാർക്ക്, ഇവിടുത്തെ വോട്ടർമാർക്ക് നൽകാനുള്ളൊരു സംവിധാനം നിങ്ങൾ ഉണ്ടാക്കണം. എല്ലാ പ്രശ്നങ്ങളിലേക്കും വളരെ കൃത്യമായി തന്നെ മണ്ണാർക്കാട് ബ്ലോക്കിലെ ഒരു സീറ്റിലും ഒരു പഞ്ചായത്തിലെ സീറ്റിലും നമ്മൾ ഒരൊറ്റ പേര് മാത്രം കൊടുത്തിട്ട് ആ ലിസ്റ്റ് അംഗീകരിച്ച് വന്നിരിക്കുകയാണ്. ഒരു കാലത്തും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. ഞങ്ങൾ നേതൃത്വം നിങ്ങളുടെ കൂടെ തന്നെ മുഴുവൻ ഉണ്ടായിരിക്കും.